ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് എല്ലാ കുടുംബങ്ങളിലും, എല്ലാ ദമ്പതിമാരിലും, വിവാഹിതരാകാത്ത എല്ലാ യുവതി യുവാക്കളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവം ഇന്ന് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ദമ്പതിമാർക്ക് വേണ്ടി കർത്താവ് പ്രത്യേകം കൃപകൾ ചൊരിയുന്ന ദിവസമാണ്. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്കും ദൈവത്തിൻ്റെ കൃപാ കടാക്ഷങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ഉണ്ടായിരിക്കട്ടെ. ഒരു കുടുംബമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഹൃദയം കൊണ്ട് ഒരുങ്ങാം. ഈ ക്രിസ്മസിന് മുൻപ്, ഈ വർഷം തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കപ്പെടുന്നതിന് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം അനേക കുടുംബങ്ങൾ ഇന്ന് വിഷമഘട്ടത്തിലാണ്. ഇന്ന് പരസ്പര വിദ്വേഷത്തിലും ശത്രുതയിലും കഴിയുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അനേകം ദമ്പതിമാർ, പിരിയാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ, നേരത്തെ തന്നെ പിരിഞ്ഞു താമസിക്കുന്ന ദമ്പതിമാർ നമ്മുടെ ഇടയിൽ ഒത്തിരി പേരുണ്ട്. ഇന്ന് ഈ മക്കൾക്ക് ദൈവകൃപയാൽ ഇവർ വീണ്ടും യോജിക്കുന്നതിന്, മനസ്സുകൊണ്ട് ഐക്യപ്പെടുന്നതിന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവത്തിൻ്റെ കൃപ വിവാഹം നടക്കാത്ത മക്കളുടെ മേലും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിനാൽ അവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദുഃഖമനുഭവിക്കുന്ന കുടുംബങ്ങൾ, ദമ്പതിമാർ, വിവാഹിതരാകാത്ത മക്കൾ, എല്ലാവർക്കും വേണ്ടി ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ പ്രതിഫലം കർത്താവ് നൽകിയിരിക്കും. ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നതിനും ഓരോ കുടുംബാംഗങ്ങളും, ഓരോ ദമ്പതിമാരും, മക്കളും, മാതാപിതാക്കളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ ഇടപെട്ടിരിക്കും. പ്രാർത്ഥന എന്നത് ഏത് കാര്യം സാധിക്കുന്നതിനും ഉത്തമമായ മാർഗമാണ്. നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരില്ല. കുറവുകളുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് നിന്നാണ് ഒരു കുടുംബം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ വിവാഹത്തിൽ വിശ്വാസവും വിശ്വസ്തതയും ശക്തിപ്പെടുന്നതിനു വേണ്ടി, വിവാഹബന്ധത്തിൽ ഐക്യതയും ദൃഢതയും ഉണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനാൽ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹമെന്ന കൂദാശയിലൂടെ ഒരുമിച്ച് വന്ന ദമ്പതിമാർ സന്തോഷത്തിൻ്റെയും പിന്തുണയുടെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടമായി മാറുന്നതിന്, മറ്റുള്ളവർ വിവാഹമെന്ന കൂദാശയെ ബഹുമാനിക്കുന്നതിനും, വിവാഹത്തോട് താല്പര്യമില്ലാത്തവർ പോലും നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കാണുമ്പോൾ, അറിയുമ്പോൾ വിവാഹം എന്നത് ഏറ്റവും മേന്മയേറിയ ഒരു വസ്തുതയാണ്, ഒരു കൂദാശയാണ്, ഒരു ജീവിതമാണ് എന്ന് നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ മനസ്സിലാക്കപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമായാൽ വിവാഹത്തെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഇത് സാധിക്കും. അതിനാൽ ദമ്പതിമാരായ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മെ തന്നെ താഴ്ത്തുവാൻ, നമ്മെ തന്നെ ശൂന്യരാക്കി ദൈവത്താൽ നാം നിറയപ്പെടുന്നതിന് നമുക്ക് പരിശ്രമിക്കണം. ഇന്ന് നമ്മുടെ കുടുംബം തകർന്നു പോകാൻ അനുവദിക്കരുത്. നമ്മെ കാണുന്ന മറ്റു കുടുംബങ്ങൾ നമ്മെ ഒരു മാതൃകയാക്കി കാണുന്നതിന് നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ദമ്പതിമാർക്ക് എല്ലാം വിട്ടുകൊടുക്കാൻ സാധിക്കും. നമ്മുടെ നേട്ടം നാം വിട്ടുകൊടുക്കുമ്പോഴാണ്. നാം എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നു, നാം എന്തൊക്കെ സ്വന്തമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു, ഇത് സ്വായത്തമാകുന്നത് നാം നമ്മെ തന്നെ, നമ്മുടെ ആശയങ്ങളെ, നാം മുറുകെ പിടിച്ചിരിക്കുന്ന കാര്യങ്ങളെ വിട്ടുകൊടുക്കുമ്പോഴാണ്. അവിടെയാണ് ജീവിതത്തിൽ പൂർണ്ണതയും സന്തോഷവും ഉണ്ടാകുന്നത്. അവിടെയാണ് നാം എല്ലാം നേടിയെടുക്കുന്നത്. നമ്മുടെ ആശയങ്ങളെ, നമ്മുടെ
ആഗ്രഹങ്ങളെ, നമുക്ക് സ്വന്തമായി ഉള്ളത് വിട്ടുകൊടുക്കുമ്പോൾ അവിടെയാണ് നാം സകലതും നേടുന്നത്. നമുക്കില്ലാത്തത് കൂടുതൽ നന്മകൾ നേടാൻ സാധിക്കുന്നത് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ്. അതിനാൽ ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ, വിവാഹ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവിനെ ആഗ്രഹത്തോടെ നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം പ്രാർത്ഥന ഏറ്റവും വലിയ നെടുംതൂണായി നിങ്ങൾ എടുക്കുക. ഒരു കുടുംബത്തിൻ്റെ നെടുംതൂണ് പ്രാർത്ഥനയായിരിക്കണം. അവിടെയാണ്, പ്രാർത്ഥിക്കുന്നവരുടെ മുന്നിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുക. പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ സ്വീകരിക്കുക. ഒരു കുടുംബം തുടങ്ങുമ്പോൾ അവിടെ ഒത്തിരി കുറവുകളും ബലഹീനതകളും ഉണ്ടാകും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് മുൻപിൽ ആ പ്രശ്നങ്ങൾ മാറിപ്പോകും. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ആ ദമ്പതിമാർക്ക് കർത്താവ് കൃപ കൊടുക്കും. ഇന്ന് എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതത്തിന്, കുടുംബജീവിതത്തിന് ഏറ്റവും ആവശ്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ കൂടി ദൈവം നേരിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഇടപെടുന്ന അവസ്ഥയാണ് വേണ്ടത്. അതിനാൽ ഈ അവസരം നമുക്ക് പൂർണ്ണമായി ഉപയോഗിക്കാം. പ്രാർത്ഥനയിലൂടെ സകലത് നിങ്ങൾ നേടിയെടുക്കുക. പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നും നഷ്ടപ്പെടുകയില്ല, മറിച്ച് എല്ലാം നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നഷ്ടങ്ങൾ പോലും നേട്ടങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് പ്രാർത്ഥന. അതിനാൽ കുടുംബം നയിക്കുന്ന ദമ്പതിമാർ, നിങ്ങൾ ഒരുമിച്ചാണെങ്കിലും നിങ്ങൾ ദൂരെയാണെങ്കിലും പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ആത്മീയമായി ഐക്യപ്പെടുക. ആത്മീയമായി ഐക്യത്തിലുള്ള ദമ്പതിമാർ അവരെവിടെയാണെങ്കിലും അവർ കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതിനാൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ, ദുഃഖങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച്, ഇന്ന് എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടപെടും, എൻ്റെ കുടുംബജീവിതം ഏറ്റവും മഹത്തരമാകും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാൻ അക്കരെ യൂദായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദിമുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബത്തോടെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വ്യാപരിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് നീ കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദമ്പതികളായ ഓരോരുത്തരെയും ഞാൻ നിന്റെ കാൽ കീഴിൽ സമർപ്പിക്കുന്നു. ദൈവമേ, കുടുംബം നയിക്കുന്ന ഓരോരുത്തരെയും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ദമ്പതിമാരെയും മാതാപിതാക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിവാഹിതരായ എല്ലാവരെയും സമർപ്പിക്കുന്നു. മരണം മൂലം വേർപെട്ട ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. കർത്താവെ, വിവാഹ ബന്ധം വേർപെടുത്തി നിൽക്കുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. ദൈവമേ, വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിക്കുന്നു. വിവാഹം
കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവാഹിതരായ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബത്തിലുള്ള സകലരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ദൈവമേ, ഞങ്ങൾ കുടുംബമായി താമസിക്കുമ്പോൾ അവിടെ കുറവുകളും ബലഹീനതകളും ആശയക്കുഴപ്പങ്ങളും ദുഃഖവും ദാരിദ്ര്യവും ശത്രുതയും പരസ്പര വ്യത്യാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. കർത്താവേ, ഇന്ന് നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ നീ തൊടണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സുരക്ഷിതത്വവും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും നിലനിർത്തുന്നതിന് കുടുംബാംഗങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനു വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ അംഗങ്ങളിലും നിറഞ്ഞു നിന്നാൽ ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗമായി മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിനാൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഒപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും കുടുംബത്തെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളി ജോലിക്കും മറ്റാവശ്യങ്ങൾക്കും വിദൂരത്താണെങ്കിൽ അവരെയും ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കുടുംബത്തിനാവശ്യമായ എല്ലാ നന്മകൾ നൽകി, എല്ലാ അഭിവൃദ്ധിയും എല്ലാ അനുഗ്രഹങ്ങളും നൽകി, സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് നീ സൗഖ്യം നൽകണമേ. ഈശോയെ, നീ എവിടെയാണോ അവിടെ സൗഖ്യമുണ്ട്. നീ എവിടെയാണോ അവിടെ അഭിവൃദ്ധിയുണ്ട്. നീ എവിടെയാണോ അവിടെ യോജിപ്പുണ്ട്. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നീ ആവസിക്കണമേ. നീ ഭരണം നടത്തണമേ. കർത്താവേ, നിന്റെ കർത്തൃത്വത്തിൻ്റെ താഴെ ഞങ്ങളുടെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബത്തെയും അവരുടെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ ഞാൻ പ്രത്യേകം നിനക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന ആവശ്യമായ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ആവശ്യമായ എല്ലാ ദമ്പതിമാരെ സമർപ്പിക്കുന്നു. വിവാഹം നടക്കാത്ത എല്ലാ യുവജനങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങൾ ഇന്ന് നീ ചെയ്യാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ ഒരിക്കലും വേർപെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹ ജീവിതത്തിൽ സൗഹൃദപരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദമ്പതികൾക്കിടയിൽ സ്നേഹവും ബഹുമാനവും പരസ്പര ധാരണയും വർദ്ധിക്കുന്നതിനു വേണ്ടി നിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാ ദമ്പതിമാരുടെ മേലും നീ അയക്കണമേ. കർത്താവായ ദൈവമേ, പരസ്പരം നല്ല ആശയവിനിമയത്തിനും ക്ഷമയോടെ കേൾക്കാനും ക്ഷമയോടെ സംസാരിക്കുന്നതിനും വേണ്ട കഴിവ് നൽകി ഇന്നെല്ലാ ദമ്പതിമാരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ദമ്പതിമാരുടെ ഇടയിൽ അന്യോന്യം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ക്ഷമയ്ക്കും വിനയത്തിനും വേണ്ടി നിന്റെ പരിശുദ്ധാത്മാവിനെ നീ നൽകണമേ. വിവാഹത്തിൻ്റെ വിശ്വാസവും വിശ്വസ്തതയും കാത്തു സൂക്ഷിക്കാനും ശക്തിപ്പെടുത്താനും ഇന്ന് നിന്റെ അഗ്നി, പരിശുദ്ധ അഗ്നി ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് നീ അയക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വീട്ടിൽ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ ജ്ഞാനത്തിനു വേണ്ടി, അറിവിനു വേണ്ടി, വിവേകത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവേകശൂന്യമായി സമ്പത്ത് ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ആത്മീയവും വൈകാരികവുമായ വളർച്ചയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിവാഹം ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിവാഹം മറ്റുള്ളവർക്ക് സന്തോഷത്തിൻ്റെയും പിന്തുണയുടെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദമ്പതിമാരായ ഞങ്ങൾ മറ്റ് കുടുംബത്തിന്
തകർന്നു പോകുന്ന കുടുംബത്തിനൊരു മാതൃകയായി മാറാൻ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഞങ്ങളുടെ കുടുംബത്തിൽ നിറയ്ക്കണമേ. തണുത്തുപോയ മരവിച്ചുപോയ കുടുംബ ബന്ധങ്ങൾ, മരവിച്ചുപോയ ദാമ്പത്യ ബന്ധങ്ങൾ, മരവിച്ചുപോയ വിവാഹ ബന്ധങ്ങൾ, മരവിച്ചുപോയ കുടുംബ ബന്ധങ്ങളിൽ കർത്താവെ നിന്റെ സ്നേഹത്തിൻ്റെ അഗ്നി അയച്ച് വീണ്ടും അത് കത്തിജ്വലിപ്പിക്കണമേ. സ്നേഹാഗ്നിയായി കത്തിജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബം മറ്റുള്ള കുടുംബങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതിന് ഇത് ദൈവം അഭിഷേകം ചെയ്ത കുടുംബമാക്കി മാറ്റണമേ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും കുടുംബം ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത കുടുംബമാക്കി മാറ്റണമേ. ലോകത്തിൻ്റെ വ്യക്തികളിൽ നിന്ന്, ലോകത്തിൻ്റെ കുടുംബത്തെ വെച്ച് നോക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ പ്രഭയുള്ള, ദൈവത്തിൻ്റെ ചൈതന്യം തുളുമ്പുന്ന കുടുംബമായി പ്രത്യക്ഷപ്പെടാൻ മാറുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു മാതൃകാ കുടുംബമായി, ദൈവം നയിക്കുന്ന കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ദൈവത്തോട് ഒന്നിച്ചു നിൽക്കുന്ന, ദൈവത്തോട് കൂടിയാലോചിക്കുന്ന, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ ഇന്ന് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ഞങ്ങളുടെ ദമ്പതിമാരിൽ നിന്റെ കൃപ വർഷിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കളായ ദമ്പതിമാരായ ഞങ്ങളെയാണ് കാണുന്നത്. അതിനാൽ അവർ ഞങ്ങളെ കാണുമ്പോൾ ഒരു മാതൃകാ ദമ്പതിയായി, മാതൃകാ പിതാവും മാതാവുമായി മാറാൻ ഞങ്ങളെ നിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകം നൽകണമേ. ഇന്ന് കുടുംബത്തിൽ നിലനിൽക്കുന്ന സംശയവും ദുഃഖവും വൈകാരിക പ്രശ്നങ്ങളും പരസ്പരം മനസ്സിലാക്കാത്ത ശത്രുതാ മനോഭാവത്തോടെ കാണുന്ന ആ മനോഭാവം മാറ്റി കർത്താവെ നിന്റെ ശാശ്വതമായ സമാധാനവും സന്തോഷവും നിലനിർത്തണമേ. കുടുംബത്തിൽ വന്നുപോയ തെറ്റുകളെ, ദമ്പതിമാർക്ക് ഇടയിൽ വന്നുപോയ തെറ്റുകളെ പരസ്പരം ക്ഷമിക്കുവാനും അതിനെ സ്വീകരിക്കുവാനും കഴിഞ്ഞ് കർത്താവെ നിന്റെ സന്നിധിയിൽ വീണ്ടും ഒന്നിച്ച് ജീവിക്കുന്നതിന് ആവശ്യമായ കൃപ ഇന്നെല്ലാ ദമ്പതിമാർക്കും കൊടുക്കണമേ. എല്ലാ കുടുംബാംഗങ്ങൾക്കും നൽകണമേ. കർത്താവെ, മനുഷ്യർക്ക് തെറ്റുപറ്റും, എന്നാൽ ദൈവം അവിടെ ഇടപെട്ടാൽ ആ തെറ്റിനെ ഒരു ശരിയാക്കി മാറ്റാൻ സാധിക്കും. മനുഷ്യർക്ക് പരാജയപ്പെടാം, എന്നാൽ ദൈവം അവിടെ ഇടപെട്ടാൽ ആ പരാജയം നേട്ടമായി മാറ്റും. കർത്താവേ, ഇന്ന് നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ നിറയണമേ. കുടുംബത്തിൽ നിന്ന് എല്ലാ അരക്ഷിതാവസ്ഥയും, ശത്രുതാ മനോഭാവവും, അസൂയയും, കോപവും, പരസ്പര വിദ്വേഷവും, പരസ്പര പരദൂഷണം പറച്ചില്, മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവം, വിധിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ തിന്മ മാത്രം കാണുന്ന സ്വഭാവം, എത്ര നന്മ ചെയ്താലും അതിന് ഒരു താല്പര്യവും കാണിക്കാത്ത, ഒരു പ്രോത്സാഹനവും കൊടുക്കാത്ത ആ മനോഭാവം എല്ലാം ഈശോയെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് ഇതിനൊരു മാറ്റമുണ്ടാകണം. ഇന്ന് കർത്താവിൻ്റെ അഗ്നി അഭിഷേകം എല്ലാ കുടുംബങ്ങളിലും, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും എത്തട്ടെ. ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുന്നവരുടെ കുടുംബങ്ങളിൽ എത്തട്ടെ. കർത്താവെ, ഈ പ്രാർത്ഥന ആവശ്യമാണെന്ന് നിനക്ക് തോന്നുന്നു, ഈ പ്രാർത്ഥന അവരുടെ കുടുംബത്തിൽ നീ എത്തിച്ചിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്തിൻ്റെ മഹത്വം എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ. കർത്താവെ, വിവാഹിതരായ ദമ്പതികളെ നോക്കി, ഞങ്ങളുടെ മാതാപിതാക്കളെ നോക്കി, ഞങ്ങൾക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന മക്കൾക്ക്, പുതിയ തലമുറയ്ക്ക് നീ വിവേകവും വിജ്ഞാനവും കൊടുത്ത് ഞങ്ങളുടെ കുടുംബജീവിതം ഞങ്ങളുടെ മക്കൾക്കൊരു മാതൃകയാകാൻ, മക്കൾക്ക് വിവാഹത്തോട് താല്പര്യം തോന്നാൻ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ കണ്ടിട്ടാണ് ഞങ്ങളുടെ മക്കൾ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അതിനാൽ ഞങ്ങൾക്ക് മാപ്പ് നൽകി, ഞങ്ങളുടെ കുറവുകളെ, ബലഹീനതകളെ ഓർത്ത്, ഞങ്ങളുടെ ഉള്ളിലെ തെറ്റിദ്ധാരണകളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥയെ ഓർത്ത്, ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുടുംബത്തെ, അത് ഞങ്ങളുടെ തന്നെ തെറ്റിദ്ധാരണകൾ കാരണം, കുറവുകൾ കാരണം, ബലഹീനതകൾ കാരണം അത് തച്ചുടച്ച് ഞങ്ങളുടെ
അടുത്ത തലമുറയ്ക്കൊരു തെറ്റായ മാർഗം കാണിച്ചു കൊടുത്ത ഞങ്ങൾക്ക് ഇന്ന് പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങൾ ഇന്ന് അനുതപിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ മനോഹരമായ കുടുംബജീവിതം അത് ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് അത് തച്ചുടച്ചല്ലോ കർത്താവെ. ഇന്ന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ. ഞങ്ങൾക്ക് അന്യായമായുള്ള നേട്ടങ്ങൾ നേടാൻ വേണ്ടി ഞങ്ങൾക്ക് മഹത്തായി നീ നൽകിയ കുടുംബത്തെ ഉപേക്ഷിക്കേണ്ടി വന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഇന്ന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവെ. നീ നൽകിയ കുടുംബമാണ് ഏറ്റവും വലുത്. ഈ ലോകത്തിൽ ഏറ്റവും വലുത് ദൈവം നൽകിയ കുടുംബമാണ്. ആ കുടുംബത്തെ സ്നേഹിക്കുക, ആ കുടുംബത്തെ പരിപാലിക്കുക, ആ കുടുംബത്തെ ചേർത്ത് നിർത്തുക. അതിനുവേണ്ടി മറ്റെന്തൊക്കെ ഉപേക്ഷിക്കണമോ അതെല്ലാം യേശു നാമത്തിൽ ഞങ്ങളിപ്പോൾ ഉപേക്ഷിച്ചു കളയുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ തല നീ എന്നേക്കുമായി തകർത്ത് കളയണമേ. ഞങ്ങളുടെ കുടുംബത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്ന ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ശത്രുതാ മനോഭാവത്തിലേക്കും സംശയത്തിലേക്കും ദുരിതത്തിലേക്കും തകർച്ചയിലേക്കും ഭയത്തിലേക്കും നയിക്കുന്ന ശത്രുവിൻ്റെ തല നീ തകർത്ത് കളയണമേ. പിശാചിൻ്റെ തല നീ തകർക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി പിശാച് നിർമാർജനം ചെയ്യാൻ ദൈവമേ നീ ഇന്ന് തന്നെ ഇടപെടണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മേ, നിനക്ക് വിശേഷവിധിയാൽ കിട്ടിയ വരം ഉപയോഗിച്ച് കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചികതയെയും നിന്റെ കാൽ കീഴിൽ ഞാൻ സമർപ്പിക്കുന്നു. എന്നേക്കുമായി തകർത്തെറിയണമേ. പിശാചിന്റെ തല തകർക്കാൻ അധികാരപ്പെട്ട പരിശുദ്ധ അമ്മേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ രാജ്ഞിയായി നീ വാഴണമേ. കുടുംബത്തെ ശിഥിലീകരിക്കാൻ പെടുത്തുന്ന എല്ലാ ദുഷ്ടശക്തികളെ, ദുഷ്ടപിശാചുക്കളുടെ തല നീ തകർത്ത് ദൈവനാമം മഹത്വപ്പെടാൻ ഞങ്ങളുടെ കുടുംബത്തെ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ കുടുംബം മറ്റു കുടുംബങ്ങളിൽ വെച്ച് വ്യത്യസ്തമാകാൻ, ദൈവത്തിൻ്റെ നാമം ഞങ്ങൾ ഓരോരുത്തരും വഹിക്കാൻ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. മുട്ടിപ്പായി ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി, ഞങ്ങളുടെ ദമ്പതിമാർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബത്തിലുള്ള മക്കൾക്ക് വേണ്ടി, ഇനി വിവാഹിതരാകേണ്ട മക്കൾക്ക് വേണ്ടി എല്ലാം നീ മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് നീ കുടുംബം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിത പങ്കാളിയെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. നീ നൽകിയ ജീവിത പങ്കാളിയെ നിന്നിലേക്ക് ആകർഷിക്കാൻ പറ്റാത്ത ഞങ്ങളുടെ കുറവുകളെ ഓർത്ത്, ബലഹീനതകളെ ഓർത്ത് മാപ്പ് പറയുന്നു. നീ നൽകിയ ജീവിത പങ്കാളിയെ സംശയത്തോടെ വീക്ഷിക്കുന്ന ഞങ്ങളുടെ കുറവുകളെ ഓർത്ത് ഞങ്ങൾക്ക് മാപ്പ് തരണമേ. നീ നൽകിയ ജീവിത പങ്കാളിയുടെ കുറവുകളെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ നിറവുള്ളവരാക്കി മാറ്റാൻ കർത്താവെ ഞങ്ങൾ പരാജയപ്പെട്ടതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നീ നൽകിയ ജീവിത പങ്കാളിയെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും അവരെ സഹായിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ഞങ്ങൾ പരാജയപ്പെട്ടതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, നീ നൽകിയ ജീവിത പങ്കാളിയെ ആ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണാൻ ഞങ്ങൾക്ക് കഴിയാത്തതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, നീ നൽകിയ ജീവിത പങ്കാളിയെ സമൂഹത്തിന്റെ മുൻപിൽ ഉയർത്തിക്കാട്ടുവാൻ ഞങ്ങൾ പരാജയപ്പെട്ടതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നീ നൽകിയ ജീവിത പങ്കാളിയുടെ നന്മകളെ ഉയർത്തിക്കാട്ടി അനുഗ്രഹിക്കാൻ, അത് പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ പരാജയപ്പെട്ടതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, നീ നൽകിയ ജീവിത പങ്കാളിയുടെ കുറവുകളെ മാത്രമേ ഞങ്ങൾ കണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ അത് പ്രസ്താവിച്ചിട്ടുള്ളൂ. അവരുടെ നന്മകളെ ഞങ്ങൾ മൂടിവെച്ചു. അതിനാൽ തന്നെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, നിന്റെ കൃപാകടാക്ഷം ഞങ്ങളുടെ കുടുംബത്തിന്മേൽ, ദമ്പതിമാരിൽ ഉണ്ടാകണമേ. ഇപ്പോൾ തന്നെ എല്ലാ തെറ്റായ ബന്ധങ്ങളും ഉപേക്ഷിച്ച്, തെറ്റായ സുഖങ്ങൾ ഉപേക്ഷിച്ച് ദൈവം ദാനമായി നൽകിയ ജീവിത പങ്കാളിയുമായി സ്വർഗീയ ജീവിതം നടത്താൻ, ദൈവികമായ ജീവിതം നടത്താൻ, മറ്റെല്ലാ തെറ്റായ ബന്ധങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. കർത്താവായ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് കുടുംബങ്ങളിൽ മേൽ വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ സംരക്ഷണം എല്ലാ ദമ്പതിമാരിലും ഉണ്ടാകട്ടെ.
ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ദമ്പതിമാരിൽ, മക്കളിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശു നാമത്തിൽ ഞാൻ അട്ടിപ്പായിക്കുന്നു. ഞങ്ങളുടെ കുടുംബം ദൈവം വാഴുന്ന കുടുംബമാണ്. ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന, യേശു നാമം വഹിക്കുന്ന കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്മേൽ നിന്റെ നാമം എഴുതപ്പെടട്ടെ. നിന്റെ നാമം ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ എഴുതി ചേർക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന് ഒരു നാമം നിന്നിൽ നിന്നാണല്ലോ വരുന്നത്. ആ നാമം യേശു നാമം ആക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ നീ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ ക്രിസ്മസ് ദിനം കുടുംബമായിട്ട് ആഘോഷിക്കുവാൻ, സ്നേഹത്തിലും പരസ്പര ഐക്യത്തിലും ആഘോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കുവാനും അത് അനുസരിച്ച് മുന്നോട്ട് നയിക്കപ്പെടാനും ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, ജീവിത പങ്കാളിയിൽ, മാതാപിതാക്കളിൽ, മക്കളിൽ ഇന്ന് ദൈവം ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹം നടക്കാത്ത എല്ലാ മക്കൾക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന, വിവാഹം തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളുടെയും പാപങ്ങൾ യേശു നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു. അവരിലേക്ക് വന്ന എല്ലാ ശാപങ്ങളും യേശു നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു. ഇപ്പോൾ വിവാഹിതരാകാൻ പോകുന്ന എല്ലാ മക്കളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക. കർത്താവിനാൽ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. വിവാഹത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു. നിങ്ങൾക്ക് വിവാഹ ജീവിതം നയിക്കാൻ കൃപ ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ഇപ്പോൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് ആവശ്യമായ ദൈവിക കൃപയാൽ ഇപ്പോൾ നിങ്ങൾ നിറയട്ടെ. യേശു നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പുതിയ ജീവിതം, ഒരു വിവാഹ ജീവിതം നിങ്ങൾക്കുണ്ട്. അത് നല്ല ഒരു വിവാഹ ജീവിതം നിങ്ങൾക്ക് നടക്കും. ദൈവം കൂട്ടിച്ചേർത്ത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ യഥാസമയം അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും. ദൈവം അതിൻ്റെ തടസ്സങ്ങൾ മാറ്റുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളിപ്പോൾ അനുഗ്രഹിതരായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം വിവാഹം കഴിച്ച ദമ്പതിമാർ, വിവാഹിതരായ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക. യേശു നാമത്തിൽ എല്ലാ ദമ്പതിമാരുടെയും പാപങ്ങൾ ഞാൻ ക്ഷമിക്കുന്നു. യേശു നാമത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഇപ്പോൾ തന്നെ ദൈവകൃപ വിവാഹ ജീവിതം നയിക്കുന്നതിനാവശ്യമായ, നല്ലൊരു കുടുംബ ജീവിതം ജീവിക്കുന്നതിനാവശ്യമായ ദൈവകൃപ, ദൈവത്തിൻ്റെ അഗ്നി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശു നാമത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ആരോഗ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശ്വസ്തതയുടെയും എളിമയുടെയും വിശുദ്ധിയുടെയും പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക. പരസ്പര വിനയത്തിൻ്റെ, പരസ്പര വിധേയത്വത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക. ഈ സമയം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളും, പൈശാചിക കെട്ടുകൾ, ബന്ധനങ്ങൾ, ആഭിചാര പ്രവർത്തനങ്ങൾ, എല്ലാ അസത്യങ്ങൾ വിട്ടുപോകുന്നതിനു വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നുണയുടെ അശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു. നുണയുടെ ദുരാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ. അസത്യത്തിൻ്റെ ദുരാത്മാവ് യേശു നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ ഞാൻ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് ഉറക്കെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സകല പൈശാചിക ബന്ധനങ്ങളും വിട്ടകലുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അഗ്നി വ്യാപരിക്കുന്നുണ്ട്. ദൈവമഹത്വം നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ആവസിക്കുന്നുണ്ട്. ആ ദൈവമഹത്വം എപ്പോഴും നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗീയ വൃന്ദങ്ങളോടുകൂടെ, ദൈവീക മാലാഖമാരോടുകൂടെ ഒരുമിച്ച് നിന്ന് സകല വിശുദ്ധരോടുകൂടെ, പരിശുദ്ധ അമ്മയോടുകൂടെ, വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുകൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുടുംബം ഒരു വിശുദ്ധ കുടുംബമായി
നസ്രത്തിലെ കുടുംബം പോലെ വിശുദ്ധിയുടെ കുടുംബമായി, വിനയത്തിൻ്റെയും എളിമയുടെയും ഔദാര്യത്തിൻ്റെയും കുടുംബമായി, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യതയുടെയും സമൃദ്ധിയുടെയും കുടുംബമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിവാഹിതരാകുന്ന എല്ലാ മക്കളുടെ മേലും ഇപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. കുടുംബത്തിൽ നിന്ന് എല്ലാ അരക്ഷിതാവസ്ഥയും യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. കുടുംബാംഗങ്ങൾ, ദമ്പതിമാർ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും കുടുംബ ബന്ധം, വിവാഹ ബന്ധം ഉപേക്ഷിക്കരുത്. അത് ദൈവം നൽകിയ ദാനമാണ്. ആ ദാനം നന്ദിയോടെ സ്വീകരിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിത പങ്കാളിയെ പ്രതി ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കുക. മക്കളെ പ്രതി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ 2025 തന്നെ 26-ാം വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ അരക്ഷിതാവസ്ഥ വിട്ടുപോകുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവിക അനുഗ്രഹം ചൊരിയപ്പെടുന്നു. നിങ്ങളുടെ കുടുംബം ദൈവത്തിന്റെ സമൃദ്ധിയാൽ നിറയുന്നു. സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും കുടുംബമായി മാറുന്നു. നിങ്ങളുടെ കുടുംബം ഒരു മാതൃകാ കുടുംബമായി മാറുന്നു. യേശു നാമം നിങ്ങളുടെ കുടുംബത്തിന്മേൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും ശാപങ്ങളും അഴിയപ്പെടുന്നു. എല്ലാ ശാപങ്ങളും മാറിപ്പോകുന്നു യേശുനാമത്തിൽ. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ മേൽ എന്നേക്കും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ അപമാനങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്നു. യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന്മേൽ നിന്റെ പ്രത്യേക ചൈതന്യം നിലനിൽക്കട്ടെ. ഞങ്ങളുടെ കുടുംബം എന്നേക്കും ദൈവസന്നിധിയിലും മറ്റു മനുഷ്യരുടെ മുന്നിലും മാതൃകാ കുടുംബമായി മാറട്ടെ. എല്ലാ അനിഷ്ട കാര്യങ്ങളും കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആത്മീയമായും വൈകാരികമായും വളർച്ചയിലേക്ക് വരട്ടെ, പക്വത പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളുടെ കുടുംബത്തെ ദൈവീക കുടുംബമാക്കി മാറ്റട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും എന്നും
നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ആരോഗ്യപരമായ ജീവിതമുണ്ടാകട്ടെ, ചിന്തകളുണ്ടാകട്ടെ. സകല നന്മകളും നിങ്ങളുടെ കുടുംബത്തിൽ എന്നേക്കും യേശുനാമത്തിൽ നിലനിൽക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ കുറഞ്ഞത് ഒരു 10 കുടുംബത്തിലേക്കെങ്കിലും എത്തിച്ചിരിക്കുക. നിങ്ങൾക്ക് എത്ര കുടുംബങ്ങളെ അറിയാവോ അവിടെയെല്ലാം എത്തിച്ചിരിക്കുക. അതിനു മുൻപ് ആ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ടാകാൻ, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആ അയച്ചു കൊടുക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതൊരു ശുശ്രൂഷയായി എടുത്ത് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുന്ന കുടുംബത്തിനു വേണ്ടി ഈ വർഷം തന്നെ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഇത് അയച്ചു കൊടുക്കുക. തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കും. വിശ്വസിക്കുക. ഈ പ്രാർത്ഥന ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട പ്രാർത്ഥനയാണ്. ഇത് നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുനാമത്തിൽ ആമേൻ. ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി, എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആമേൻ.